പ്രവാസ ലോകത്തെ വാർത്തകൾ. വിസ നിയമങ്ങളിൽ വൻ മാറ്റവുമായി തായ്ലാൻഡ്. ഇന്ത്യ ഉൾപ്പെടെ 90-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കുള്ള വിസാരഹിത താമസ കാലാവധി വെട്ടിക്കുറച്ചു. നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം ഇന്ത്യ, UK, USA, ഓസ്ട്രേലിയ, യൂറോപ്പിലെ 29 ഷെൻഗൻ രാജ്യങ്ങൾ ഉൾപ്പെടെ 93 രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് വിസയില്ലാതെ 60 ദിവസം വരെ തായ്ലൻഡിൽ തങ്ങാൻ അനുമതിയുണ്ടായിരുന്നു. ഇനി വിസാരഹിത താമസം 30 ദിവസമാക്കി കുറയ്ക്കും. ബാങ്കോക്കിൽ ചേർന്ന തായ്ലൻഡ് മന്ത്രിസഭാ യോഗമാണ് ഈ സുപ്രധാന തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. വിദേശ പൗരന്മാർ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. പുതിയ പരിഷ്കാരങ്ങളനുസരിച്ച് ഓരോ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും സുരക്ഷയും വിലയിരുത്തിക്കൊണ്ട് വിസാരഹിത താമസത്തിന്റെ ദൈർഘ്യം വ്യക്തിഗതമായി പുനർനിർണ്ണയിക്കും. ഇതനുസരിച്ച് ഭൂരിഭാഗം വിദേശ പൗരന്മാർക്കും ഇനി മുതൽ പരമാവധി 30 ദിവസത്തെ വിസാരഹിത താമസമേ അനുവദിക്കൂ. ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇത് 15 ദിവസമായി ചുരുക്കാനും സാധ്യതയുണ്ട്. നിശ്ചിത കാലാവധിക്കപ്പുറം തായ്ലൻഡിൽ തുടരാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾ ഇമിഗ്രേഷൻ ഓഫീസുകൾ നേരിട്ടെത്തി കൃത്യമായ കാരണങ്ങൾ ബോധിപ്പിച്ച് വിസ നീട്ടാൻ അപേക്ഷിക്കേണ്ടി വരും. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണമായ പരിശോധനയ്ക്ക് ശേഷമേ ഇനിമേൽ വിസ നീട്ടി നൽകുകയുള്ളൂ. അടുത്ത കാലത്തായി വിദേശ പൗരന്മാർ ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസുകൾ, ലൈംഗിക വ്യാപാരാരോപണങ്ങൾ, കൃത്യമായ പെർമിറ്റുകളില്ലാതെ വിദേശികൾ നിയമവിരുദ്ധമായി ഹോട്ടലുകളും സ്കൂളുകളും മറ്റു ബിസിനസ്സുകളും നടത്തുന്നത് തുടങ്ങിയ സംഭവങ്ങളിൽ വലിയ രീതിയിലുള്ള അറസ്റ്റുകൾ നടന്നിരുന്നു. ഇത്തരത്തിൽ വിസാരഹിത ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്ത വിദേശികൾ രാജ്യത്ത് തങ്ങുന്നതും അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും തടയാൻ കർശനമായ നടപടികൾ വേണമെന്ന സുരക്ഷാ ഏജൻസികളുടെ ആവശ്യത്തെ തുടർന്നാണ് ഈ നീക്കം. തായ് ഔദ്യോഗിക ഗസറ്റിൽ ഈ നിയമം പ്രസിദ്ധീകരിച്ച 15 ദിവസത്തിനു ശേഷം പുതിയ വിസ പരിഷ്കാരങ്ങൾ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിദേശ സർവകലാശാലകളിൽ നിന്ന് നേടിയ ബിരുദ സർട്ടിഫിക്കറ്റുകളുടെ സാധുതാ പരിശോധന കർശനമാക്കി കുവൈറ്റ്. കർശന പരിശോധനയ്ക്ക് ശേഷമേ തുല്യതാ സർട്ടിഫിക്കറ്റ് അനുവദിക്കൂ എന്ന് അധികൃതർ അറിയിച്ചു. വിദേശ സർവകലാശാലകളിൽ നിന്ന് നേടിയ ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ സാധുതയുള്ളതാണോ എന്ന് വിശദമായി പരിശോധിക്കും. വ്യാജ ബിരുദം കണ്ടെത്താനും തൊഴിൽ ഗുണനിലവാരം ഉറപ്പുവരുത്താനുമാണ് ലക്ഷ്യമിടുന്നത്. കുവൈറ്റ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയമാണ് നടപടി കടുപ്പിച്ചത്. വിദേശത്തുനിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്വദേശികളുടെയും പ്രവാസികളുടെയും സർട്ടിഫിക്കറ്റുകൾ ഇനി മുതൽ മന്ത്രാലയത്തിന്റെ പ്രത്യേക സമിതി കൃത്യമായി പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷമേ തുല്യതാ സർട്ടിഫിക്കറ്റ് അനുവദിക്കൂ. ഇതിന് രാജ്യാന്തര വേരിഫിക്കേഷൻ ഏജൻസികളുമായും വിദേശ രാജ്യങ്ങളിലെ എംബസികളുമായും മന്ത്രാലയം സഹകരണം ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് നിലവിൽ പ്രൊഫഷണൽ തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെയും പുതിയ വിസയിൽ എത്തുന്നവരുടെയും യോഗ്യത ഉറപ്പാക്കും. വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ അർഹതയില്ലാത്തവർ ജോലി നേടുന്നത് തടയുകയും സർക്കാർ സ്വകാര്യ മേഖലകളിലെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുകയുമാണ് പുതിയ നടപടിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ സമ്മതമില്ലാതെ ഓൺലൈനിൽ പങ്കുവയ്ക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ. നിയമലംഘകർക്ക് 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തെയോ കുടുംബജീവിതത്തെയോ ബാധിക്കുന്ന വാർത്തകൾ, ചിത്രങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അവരുടെ സമ്മതമില്ലാതെ പ്രസിദ്ധീകരിക്കുന്നത് പീനൽ കോഡ് പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ സത്യമാണെങ്കിൽ പോലും ഇത് ബാധകമായിരിക്കും. ഇത്തരം ലംഘനങ്ങളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന വ്യക്തികൾക്ക് 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. പബ്ലിക് പ്രോസിക്യൂഷൻ അവരുടെ മിസ്സിംഗ് ലിങ്ക് ക്യാമ്പയിന്റെ ഭാഗമായി പുറപ്പെടുവിച്ച നിയമപരമായ ബോധവൽക്കരണ സന്ദേശത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. സോഷ്യൽ മീഡിയകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുമ്പോൾ പൊതുജനങ്ങൾ ഉത്തരവാദിത്തോടെ പെരുമാറണമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.